മലയാള സിനിമയിൽ നിന്നും ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച് വിട പറഞ്ഞ നടന്മാരുടെ അവസാന സിനിമയും ജീവിതവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലൊന്നാമത്തേത് ബോബി കൊട്ടാരക്കരയാണ്. ചെറുതും വലുതുമായ വേഷങ്ങളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച താരം നാടകങ്ങളിലൂടെയാണ് സിനിമയിലെത്തുന്നത്. 1975 തോപ്പിൽ ബാസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം മലയാള സിനിമാ രംഗത്തെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് 300-ലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1982 പുറത്തിറങ്ങിയ ആക്രോശം എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മഴവിൽ കാവടി, കണ്ണെഴുതി പൊട്ടും തൊട്ട്, ഗോളാന്തര വാർത്ത, ചിത്രം, മിന്നാരം, നാടോടിക്കാറ്റ് തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിലെ ചില സിനിമകൾ മാത്രമാണ്. TK രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ 2001 പുറത്തിറങ്ങി ജയറാമും മുകേഷും പ്രധാന വേഷത്തിലെത്തിയ ഫക്കാലത്ത് നാരായൺകുട്ടി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടെ 2000 ഡിസംബർ 3 ഇദ്ദേഹം മരണപ്പെട്ടത്. ഹൃദയാഘാതമായിരുന്നു ഇദ്ദേഹത്തിന്റെ മരണകാരണം. ഇദ്ദേഹം മരിക്കുമ്പോൾ 48 വയസ്സായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത് വക്കാലത്ത് നാരായൺകുട്ടി എന്ന ചിത്രത്തിൽ തന്നെയാണ്. ഇദ്ദേഹം മരണപ്പെട്ടതിന് 1 വർഷം കഴിഞ്ഞായിരുന്നു ആ സിനിമ തിയേറ്ററിലെത്തിയത്. ഇദ്ദേഹത്തിന് ശബ്ദം നൽകിയത് മറ്റൊരാളാണ്. അടുത്ത താരം KTS പടന്നയിലാണ്. ഇദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ചിരി നമ്മൾ പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്തതാണ്. നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ ഇദ്ദേഹം 1995 രാജസേനന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം നായകനായെത്തിയ അനിയം ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ക്യാരക്ടർ റോളുകളായും കോമഡി റോളുകളായും 60-ലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, വാമനപുരം ബസ് റൂട്ട് തുടങ്ങി ഒരുപാട് സിനിമകൾ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഒരിടയ്ക്ക് സിനിമയിൽ അവസരം കുറഞ്ഞതോടുകൂടി വീടിനടുത്ത് ചെറിയൊരു പെട്ടിക്കട നടത്തി ഇദ്ദേഹം ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നു. ആ കാര്യങ്ങളൊക്കെ അന്ന് വാർത്തയിൽ വലിയ പ്രാധാന്യത്തോടെ തന്നെ വന്നിരുന്നു. പിന്നീട് 2018, 2020, 2021 കാലഘട്ടങ്ങളിൽ സിനിമയിൽ വീണ്ടും സജീവമായിരുന്നു. വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 2021 ജൂലൈ 22 തൃപ്പൂണിത്തറയിൽ വെച്ചായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 88 വയസ്സായിരുന്നു. 2021 ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ടൊവിനോ തോമസ് നായകനായെത്തിയ മിന്നൽ മുരളി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. അടുത്ത താരം നടൻ പറവൂർ ഭരതനാണ്. നാടകങ്ങളിലൂടെ കരിയർ തുടങ്ങിയ ഇദ്ദേഹം 1950 കാലഘട്ടങ്ങളിലാണ് സിനിമാ രംഗത്തെത്തുന്നത്. 1951 പുറത്തിറങ്ങിയ രക്തബന്ധനം എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് വില്ലൻ വേഷങ്ങളിലും കോമഡി റോളുകളിലും ക്യാരക്ടർ റോളുകളിലുമായി 1000-ലേറെ സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഏകദേശം 58 വർഷത്തോളം സിനിമാ രംഗത്ത് ഇദ്ദേഹം ഉണ്ടായിരുന്നു. മഴവിൽ കാവടി, ഗോഡ് ഫാദർ, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയ സിനിമകൾ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഏത് വേഷം കൊടുത്താലും തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഇദ്ദേഹം 2015 ഓഗസ്റ്റ് 19 വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പറവൂരുള്ള വീട്ടിൽ വെച്ചായിരുന്നു മരണപ്പെട്ടത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 86 വയസ്സായിരുന്നു. 2009 പുറത്തിറങ്ങിയ ചങ്ങാതിക്കൂട്ടം എന്ന ചിത്രത്തിലായിരുന്നു ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. തുടർന്ന് 2015 വരെ അസുഖങ്ങൾ കാരണം സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അടുത്തത് ഒരുപാട് ചെറിയ വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച NL ബാലകൃഷ്ണനാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫറായാണ് ഇദ്ദേഹം സിനിമാ രംഗത്തെത്തുന്നത്. മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകരായ ഭരതൻ, പത്മരാജൻ, KG ജോർജ് തുടങ്ങിയവരോടൊപ്പം ഇദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1967 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമാ ഫോട്ടോഗ്രാഫറായി എത്തുന്നത്. പിന്നീട് 170-ലേറെ സിനിമകളിൽ ഇദ്ദേഹം സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവസാനമായി സ്റ്റിൽ ഫോട്ടോഗ്രാഫി ചെയ്തത് ഭദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ നായകനായ സ്പടികം എന്ന ചിത്രത്തിലാണ്. 1986 രാജീവ് അഞ്ചലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അമ്മാനം കിളി എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി അഭിനയിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് 180-ലേറെ സിനിമകളിൽ ഇദ്ദേഹം ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓർക്കാപ്പുറത്ത്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, പട്ടണപ്രവേശം, ജോക്കർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനങ്ങളിലെ ചില സിനിമകളാണ്. 2014 ഡിസംബർ 25 തിരുവനന്തപുരത്ത് വെച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം 72 വയസ്സായിരുന്നു. 2013 മമ്മൂട്ടി നായകനായെത്തിയ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. അടുത്ത ഹാസ്യതാരം കൃഷ്ണൻകുട്ടി നായരാണ്. മലയാളത്തിലെ പ്രഗത്ഭ സംവിധായകരായ പത്മരാജൻ, സത്യനന്ദിക്കാട്, കമൽ തുടങ്ങിയവരുടെ സിനിമയിലെ നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. കോളേജ് ലൈബ്രറിയനായി പ്രവർത്തിച്ച ഇദ്ദേഹം നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. നിരവധി നാടകങ്ങൾ അഭിനയിച്ച ഇദ്ദേഹം 1979 പത്മരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പെരുവഴി അമ്പലം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഹാസ്യവേഷങ്ങളിലൂടെ എത്തിയ ഇദ്ദേഹം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ,
പൊന്മുട്ടയിടുന്ന താറാവ്, മഴവിൽക്കാവടി, കോട്ടയൻ കുഞ്ഞച്ചൻ തുടങ്ങിയ സിനിമകളിലൂടെ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. 1996 ഒരു ബൈക്ക് അപകടത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടത്. ഇദ്ദേഹം സഞ്ചരിച്ച ബൈക്ക് ലോറിയുമായി കൂട്ടിയിടുകയും 1 മാസത്തോളം ഇദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. 1996 നവംബർ 6 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇദ്ദേഹം വിട വാങ്ങിയത്. 1995 പുറത്തിറങ്ങിയ അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന ചിത്രമാണ് ഇദ്ദേഹത്തിൻ്റെതായി അവസാനമായി പുറത്തിറങ്ങിയത്. നമ്മുടെ അടുത്ത താരം ക്യാരക്ടർ റോളുകളിലൂടെ തിളങ്ങിയ നടൻ ജോസ് പെല്ലിശ്ശേരിയാണ്. നാടക പ്രവർത്തനായിരുന്ന ഇദ്ദേഹം 1990 പുറത്തിറങ്ങിയ മാലയോഗം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് 100-ലേറെ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ആധാരം, ആകാശദൂത്, നാടോടി, ഗസൽ തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇന്നത്തെ സൂപ്പർ സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇദ്ദേഹത്തിൻ്റെ മകനാണ്. ജോസ് പെല്ലിശ്ശേരി സിനിമയിൽ മാത്രമല്ല നിരവധി സീരിയലുകളിലും വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൂടാതെ ബെസ്റ്റ് സ്റ്റേജ് ആക്ടറിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഇദ്ദേഹം നേടിയിരുന്നു. 2004 ഡിസംബർ 5 ചാലക്കുടിയിൽ വെച്ച് ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 54 വയസ്സായിരുന്നു. 2005 റിലീസായ ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം അവസാനമായി അഭിനയിക്കുന്നത്. നമ്മുടെ അടുത്ത താരം കോമഡി വേഷങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ച മച്ചാൻ വർഗീസാണ്. മിമിക്രിയിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത്. കലാഭവനിലെ മിമിക്രി താരമായിരുന്നു ഇദ്ദേഹം. സിദ്ദിഖ് ലാൽ, റാഫി മെക്കാർട്ടിൻ, ലാൽ ജോസ് തുടങ്ങിയ സംവിധായകരുടെ സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം. 1989 പുറത്തിറങ്ങിയ സ്വന്തം എന്ന് കരുതി എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് 100-ലേറെ സിനിമകളിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1994 സിദ്ദിഖ് ലാലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാബൂളി വാല എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. തിളക്കം, പട്ടാളം, ഈ പറക്കുംതളിക തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ചില മികച്ച പ്രകടനങ്ങളാണ്. 2011 ഫെബ്രുവരി 5 ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 50 വയസ്സായിരുന്നു. കോഴിക്കോട് വെച്ചായിരുന്നു ഇദ്ദേഹം വിട വാങ്ങിയത്. 2012 പുറത്തിറങ്ങിയ ഓറഞ്ച് എന്ന ചിത്രത്തിലായിരുന്നു ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. അടുത്ത താരം നടൻ അഗസ്റ്റിനാണ്. നാടകങ്ങളിലൂടെ സിനിമയിലെത്തിയ അഗസ്റ്റിൻ 1983 പുറത്തിറങ്ങിയ സ്വപ്നലോകം എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത്. എന്നാൽ 1986 പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിലെ കഥാപാത്രത്തിലൂടെയാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് 150-ലേറെ സിനിമകളിൽ മലയാളത്തിലെ മിക്കവാറും സൂപ്പർ സ്റ്റാറുകളോടൊപ്പം ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കമ്മീഷണർ, ദേവാസുരം, ഏകലവ്യൻ, ആറാൻ തമ്പുരാൻ, കാഴ്ച തുടങ്ങിയവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. പിന്നീട് പ്രശസ്തയായ നടി ആൻ അഗസ്റ്റ്യൻ ഇദ്ദേഹത്തിൻ്റെ മകളാണ്. ഇദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ഒരുപാട് അസുഖങ്ങൾ ഇദ്ദേഹത്തെ ബാധിച്ചിരുന്നു. ലിവർ സിറോസിസും കിഡ്നി ട്രബിളും സ്ട്രോക്കും ഒക്കെ ഇദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. 2013 നവംബർ 14 ഇദ്ദേഹം മരണപ്പെടുന്നത്. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം 58 വയസ്സ് മാത്രമായിരുന്നു. 2003 പുറത്തിറങ്ങിയ മിഴി രണ്ടിലും എന്ന ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇദ്ദേഹമായിരുന്നു. 2013 പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായെത്തിയ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിലായിരുന്നു ഇദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ഒരു കാലത്ത് നമ്മൾ പലരെയും ചിരിപ്പിച്ച് വിട പറഞ്ഞു പോയ മലയാള സിനിമാ താരങ്ങളെ പുതിയ തലമുറയ്ക്ക് വീണ്ടും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.